ഹലോ, ഇന്ന് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു അൺസെക്യൂർഡ് ലോണാണ്. അതായത് യാതൊരു ഈടുമില്ലാതെ എല്ലാ മാസവും നിങ്ങൾക്ക് ബാങ്ക് ഒരു എമൗണ്ട് തരികയാണ്. ഇനി ആർക്കൊക്കെ ക്രെഡിറ്റ് കാർഡ് എടുക്കാം, ആർക്കൊക്കെ ക്രെഡിറ്റ് കാർഡ് എടുക്കാനേ പാടില്ല എന്ന് നമുക്ക് നോക്കാം. ഇനി ആർക്കൊക്കെ ക്രെഡിറ്റ് കാർഡ് എടുക്കാം, ഫസ്റ്റ് നമുക്കത് ആ ടോപ്പിക്ക് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു മന്ത്ലി ഇൻകം ഉള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡുമായിട്ട് മുന്നോട്ട് പോകാം. പിന്നെ രണ്ടാമത്തെ കാര്യം, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾക്ക് കടം മേടിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ചിന്തയും ടെൻഡൻസിയും ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാം. പിന്നെ മൂന്നാമത്തെ കാര്യം, അനാവശ്യമായിട്ടുള്ള പർച്ചേസിങ് ടെൻഡൻസി ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ക്രെഡിറ്റ് കാർഡുമായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനത്തെ ഒരു ടെൻഡൻസി വന്നാൽ അത് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ ക്രെഡിറ്റ് കാർഡ് വെച്ച് ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡുമായിട്ട് മുന്നോട്ട് പോകാം. പിന്നെ നിങ്ങളുടെ എല്ലാ മാസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൽ വന്ന ചാർജുകളും ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലിംഗ് സൈക്കിളുകളും ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഉള്ള ഒരു നോളേജും ഒരു പ്രാപ്തിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ തെറ്റില്ല. ഇതാണ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇനി ആർക്കൊക്കെ ക്രെഡിറ്റ് കാർഡ് എടുക്കാനേ പാടില്ല, ഒന്നാമത്തെ കൂട്ടരെ കുറിച്ച് പറയാം. കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ചിന്തയില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അനാവശ്യമായിട്ടുള്ള പർച്ചേസിങ് ടെൻഡൻസി ഉള്ള ഒരാളാണ് നിങ്ങൾ, അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെൻ്റൽ മെച്യൂരിറ്റി നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് ചിന്തിക്കരുത്. കാരണം നിങ്ങളിങ്ങനെ പർച്ചേസ് ചെയ്ത് എമൗണ്ട് കൂടി മിനിമം ഡ്യൂവും അടക്കാണ്ടായി പിന്നെ അത് വലിയൊരു കടക്കണിയിലേക്ക് അത് പോകും. പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു അവബോധവുമില്ല. നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമേ നിങ്ങൾ ചെക്ക് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലിംഗ് സൈക്കിളിനെ കുറിച്ചൊന്നും അറിയാനായിട്ടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അത്തരത്തിലൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്രെഡിറ്റ് കാർഡുമായിട്ട് മുന്നോട്ട് പോയത്. കാരണം ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബില്ലിംഗ് സൈക്കിളിനെ കുറിച്ച് നമ്മൾ അവബോധവാനായിരിക്കണം. ചില ക്രെഡിറ്റ് കാർഡ് 40 ദിവസം ക്രെഡിറ്റ് പീരീഡ് കൊടുക്കും, ചിലത് 50 ദിവസം ക്രെഡിറ്റ് പീരീഡ് കൊടുക്കും. അപ്പോൾ ഈ ബില്ലിംഗ് സൈക്കിൾ തെറ്റിക്കഴിഞ്ഞാൽ തെറ്റുന്ന ഓരോ ദിവസത്തിനനുസരിച്ച് പിന്നെ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു മിനിമം നോളേജും ഒരു ക്ലാരിറ്റിയും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ക്രെഡിറ്റ് കാർഡുമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. ക്രെഡിറ്റ് കാർഡ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഫൈനാൻഷ്യൽ ടൂളാണ്. അത് നല്ലപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ എനി ടൈം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവും, നിങ്ങൾക്ക് എവിടെ മാരരുതും പോകേണ്ട കാര്യമില്ല. അതല്ലാത്ത പക്ഷേ അത് മിസ്യൂസ് ചെയ്താൽ വളരെ പ്രശ്നമാവും. ഓക്കെ, താങ്ക് യു.